നമസ്കാരം. ഭരണമാറ്റം ഏറ്റവും അധികം പ്രതിഫലിക്കുക പോലീസിലാണ്. പോലീസിൽ ഒരൊറ്റ യൂണിയനേ ഉള്ളൂ എന്ന് നമുക്കറിയാം. അത് ഭരണപക്ഷത്ത് ചേർന്ന് നിൽക്കുന്ന യൂണിയൻ ആയിരിക്കും. കേരള പോലീസ് അസോസിയേഷനും ഓഫീസേഴ്സ് അസോസിയേഷനും ഒക്കെ ഭരിക്കുന്നത് ആരുടെ സർക്കാരാണോ അവരുടെ പാർട്ടിയാണ്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ 10 വർഷം കേരള പോലീസിനെ ഭരിച്ചിരുന്നത് ഇടത് യൂണിയനായിരുന്നു. ഈ ഇടത് യൂണിയന്റെ നേതാക്കൾ പ്രശാന്തും ബിജുവും ഇവർ രണ്ടുപേരും അവരുടെ ജീവിതത്തിൽ യൂണിഫോം ഇട്ടിട്ടുണ്ടോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. കാരണം അവർ യൂണിയന്റെ നേതാക്കളാണ്. DGPയേക്കാൾ വലിയ പവറാണ്. പ്രശാന്തിന്റെ കാര്യം മാത്രം നോക്കുക. പ്രശാന്ത് 2007 SI സെലക്ഷൻ കിട്ടി ജോലിയിൽ കയറിയതാണ്. പ്രൊബേഷൻ പീരീഡിൽ മാത്രമാണ് യൂണിഫോം ഇട്ടത്. ഏറെ വൈകാതെ ഇടതു ഭരണത്തിന്റെ സ്വാധീനത്തിൽ അദ്ദേഹം യൂണിഫോം ഇല്ലാത്ത തസ്തികയിലേക്ക് മാറി. ഉമ്മൻചാണ്ടി സർക്കാർ ഭരിച്ചിരുന്ന കാലത്തും പ്രശാന്തിന് ചില ഉന്നത ബന്ധങ്ങൾ വഴി യൂണിഫോം ഇടാത്തുള്ള പണിയായിരുന്നു. 2011 ദേവസ്വം ബോർഡിന്റെ ഇന്റലിജൻസ് വിഭാഗത്തിൽ കയറിയതാണ്. 2019 ഒരു പൂജാരിയുടെ ഭാര്യയുമായി ബന്ധപ്പെട്ട പരാതിയെ തുടർന്നാണ് അദ്ദേഹത്തിന് സ്ഥലം മാറ്റുന്നത്. പക്ഷേ എന്നിട്ട് 2019 മുതൽ 26 വരെ സ്പെഷ്യൽ ബ്രാഞ്ചിൽ കയറിപ്പറ്റി. യൂണിഫോം ഇട്ടില്ല എന്ന് മാത്രമല്ല, അവിടെ ഇരുന്നുകൊണ്ട് പാർട്ടിക്ക് വേണ്ടി സകലർക്കെതിരെയും റിപ്പോർട്ട് ഉണ്ടാക്കി കൊടുത്തു. ആ പ്രശാന്തിനെയാണ് ഒരു പോലീസ് ഓഫീസറും ഒരിക്കലും പോവാൻ ആഗ്രഹിക്കാത്ത തിരുവനന്തപുരത്തെ മ്യൂസിയം പോലീസ് സ്റ്റേഷനിലേക്ക് SHO ആക്കി നിയമിച്ചത്. കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ പോലീസ് സ്റ്റേഷനിൽ ഒന്നാണ് മ്യൂസിയം. ദിവസവും 50-60 FIR ഇടേണ്ടി വരും. അനേകം ഉന്നത സ്ഥാപനങ്ങളുണ്ട്. ഇരിക്കാനോ ഉറങ്ങാനോ പോലും നേരമില്ലാതെ പണിയെടുക്കേണ്ട പോലീസ് സ്റ്റേഷനാണ് മ്യൂസിയം. ആ മ്യൂസിയം പോലീസ് സ്റ്റേഷനിലാണ് പ്രശാന്തിനെ ഇപ്പോൾ നിയോഗിച്ചിരിക്കുന്നത്. ഇത് തന്നെയാണ് CR ബിജുവിന്റെ അനുഭവവും. സർവീസിലിരുന്നു കൊണ്ട് അനേകം പേർക്കിട്ട് പണി കൊടുത്തിട്ടുള്ള CR ബിജു പുതിയ സ്ഥലമാറ്റത്തിലൂടെ ഇപ്പോൾ വെള്ളം കുടിക്കുന്നു. അതേസമയം പിണറായിയുടെ ഭരണകാലത്ത് ഏറെ കഷ്ടതകൾ അനുഭവിച്ച പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്. നമുക്കറിയാം, ജേക്കബ് തോമസ് അഴിമതിക്കെതിരെ സന്ധിയില്ലാ സമരം നടത്തിയ ഓഫീസറാണ്. DGP ആയിരുന്നു. ഇതുവരെ പെൻഷൻ കൈപ്പറ്റിയിട്ടില്ല. IAS ഓഫീസർമാരായ പ്രശാന്തും അശോകും ഇപ്പോൾ സസ്പെൻഷനായി പുറത്താണ്. ഏറെ വൈകാതെ അവർ തിരിച്ചു കയറുമെന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെ പിണറായി ഭരണകാലത്ത് പണി കിട്ടിയ ഉദ്യോഗസ്ഥന്മാരിൽ ഒരാളാണ് AP ഷൗക്കത്ത് അലി. ഷൗക്കത്ത് അലി കേരള പോലീസിലെ പുള്ളിപ്പുലിയാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. അത്രയ്ക്കും പ്രഗത്ഭനാണ് ഷൗക്കത്ത് അലി. പ്രഗത്ഭന്മാരെയാണ് ഇവർക്ക് പിടിക്കാത്തത്. 1995 SI ടെസ്റ്റ് എഴുതിയ ഷൗക്കത്ത് അലിക്ക് 1ാം റാങ്കായിരുന്നു സമ്മാനം. അവിടെ മുതൽ ഇവിടം വരെ ഷൗക്കത്ത് അലി മികവ് കാണിച്ചു. സർവീസിൽ ഒരു പിശകും വരുത്തിയിട്ടില്ലാത്ത അപൂർവം ഓഫീസർമാരിൽ ഒരാളാണ് ഷൗക്കത്ത് അലി. പക്ഷേ ഷൗക്കത്ത് അലിക്ക് അബദ്ധം പറ്റി. ഷൗക്കത്ത് അലി തലശ്ശേരി DYSP ആയിരിക്കുമ്പോഴാണ് TP ചന്ദ്രശേഖരൻ വധിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ അന്വേഷണ സംഘത്തിൽ ഷൗക്കത്ത് അലി നിർണായക റോൾ വഹിച്ചു. പ്രധാന പ്രതികളെല്ലാം ഐഡന്റിഫൈ ചെയ്തു. അങ്ങനെയാണ് CPMന്റെ കൊലയാളി ഗുണ്ടകളായ കൊടിസിനി അടക്കമുള്ളവരെ അതീവ രഹസ്യമായി മുടക്കോഴി മലയിൽ കയറി പൊക്കുന്നത്. CPM പാർട്ടി ഗ്രാമത്തിന്റെ ഭാഗത്താണ്. ഒരാൾക്കും അങ്ങോട്ട് വരാൻ കഴിയില്ല. മരം വെട്ടുകാരന്റെ വേഷത്തിൽ അവിടെ കയറി ഷൗക്കത്ത് അലിയും സംഘവും പൊക്കുകയായിരുന്നു കൊടിസുനിയെയും സംഘത്തെയും. മാത്രമല്ല, CPMന്റെ അപ്പോഴത്തെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി P മോഹനനെ നടു റോഡിൽ കാറ് തടഞ്ഞു നിർത്തി അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചു. അന്വേഷണം പിന്നീട് കോൺഗ്രസിലെ ചില പ്രമുഖർ അട്ടിമറിച്ചു എന്നത് ഖേദകരമാണെങ്കിലും ഷൗക്കത്ത് അലിയുടെ നിർണായകമായ ഇടപെടലായിരുന്നു TP ചന്ദ്രശേഖരനെ കൊന്ന പ്രതികളെ ജയിലിലടക്കാൻ കാരണമായത്. പിണറായി അധികാരത്തിൽ വന്നതോടെ പക വീട്ടുമെന്നറിയാവുന്നതുകൊണ്ട് അതിനു മുൻപ് തന്നെ ഷൗക്കത്ത് അലി NIAയിലേക്ക് ഡെപ്യൂട്ടേഷൻ വാങ്ങിപ്പോയി. NIAയുടെ ഭീകരവിരുദ്ധ സ്ക്വാഡിന്റെ ഏറ്റവും നിർണായകമായ ഉദ്യോഗസ്ഥനായി പടിപടിയായി ഷൗക്കത്ത് അലി മാറുന്നു. നിരവധി തീവ്രവാദ ആക്രമണ കേസുകൾ ഷൗക്കത്ത് അലിയാണ് അന്വേഷിച്ച് കണ്ടെത്തിയത്. എന്തിനേറെ, പാരീസിൽ ഭീകരാക്രമണം നടന്ന കേസിൽ അന്വേഷണ സംഘത്തിന്റെ ഭാഗമാവാനുള്ള അവസരം പോലും ഷൗക്കത്ത് അലിക്ക് ലഭിച്ചു. അങ്ങനെ ദേശീയ അന്വേഷണ ഏജൻസിയുടെ ഏറ്റവും മികച്ച പോലീസ് ഓഫീസർമാരിൽ ഒരാളായിരിക്കവേ ഷൗക്കത്ത് അലിയുടെ ഡെപ്യൂട്ടേഷൻ തീരുന്നു. ഷൗക്കത്ത് അലി തിരിച്ച് സർവീസിലേക്ക് വരുന്നു. അപ്പോഴും ഇവിടെ പിണറായിയുടെ ഭരണമാണ്. 2ാം തവണയും പിണറായി ഭരിച്ചു. ഷൗക്കത്ത് അലിക്ക് സ്വാഭാവികമായും SP ആയി പ്രൊമോഷൻ കിട്ടണം. CPMന് വേണ്ടപ്പെട്ടവരുടെ ലിസ്റ്റ് തയ്യാറാകുമ്പോഴും ഷൗക്കത്ത് അലിയെ ഒഴിവാക്കാൻ കഴിയാത്ത സാഹചര്യമായി. ഷൗക്കത്ത് അലിക്കെതിരെ ഒരു പരാതിയുമില്ല. ഷൗക്കത്ത് അലിയുടെ അന്വേഷണ മികവ് അവഗണിക്കാൻ കഴിയില്ല. പാർട്ടിക്കാർക്ക് വേണ്ട കാലുപിടുത്തക്കാർക്ക് IPS കൊടുക്കണമെങ്കിൽ ആദ്യം ഷൗക്കത്ത് അലിക്ക് കൊടുക്കണം. ഷൗക്കത്ത് അലിക്ക് വേണ്ടി UPSൽ അയച്ചിരുന്ന അപേക്ഷയിലൊക്കെ ഒറിജിനലിന് പകരം ഫോട്ടോസ്റ്റാറ്റ് വെച്ച് പലതവണ ഷൗക്കത്ത് അലിയെ ബുദ്ധിമുട്ടിച്ചു. മറുനാടൻ അത് വാർത്തയാക്കുകയും പിന്നീട് നിവൃത്തികെട്ട് ഒറിജിനൽ സർട്ടിഫിക്കറ്റ് കൊടുക്കുകയും ചെയ്യേണ്ട സാഹചര്യമുണ്ടായി. അങ്ങനെ IPS കിട്ടിയ ഷൗക്കത്ത് അലിയെ പിണറായിക്ക് പേടിയായിരുന്നു. അഴിമതിക്കാരെയും കള്ളന്മാരെയുമാണ് ഉത്തരവാദിത്തപ്പെട്ട പോസ്റ്റിലിരുന്നത്. നിരവധി സ്ത്രീകളുടെ പരാതിയുള്ള TG വിനോദ് കുമാർ എന്ന ഓഫീസറെ എപ്പോഴും SP ആയും പോലീസ് ആസ്ഥാനത്തെ AIG ആയും ഒക്കെ പിണറായി വാഴിച്ചപ്പോഴും ഷൗക്കത്ത് അലിക്കിട്ട് പണി കൊടുക്കാൻ വേണ്ടി ആലപ്പുഴ ക്രൈംബ്രാഞ്ചിലേക്ക് മാറ്റി. വാസ്തവത്തിൽ പിണറായി സ്വന്തം പൃഷ്ഠത്തിലേക്ക് വെടിവെക്കുകയായിരുന്നു എന്ന്
ഇപ്പോഴാണ് തിരിച്ചറിയുന്നത്. ആലപ്പുഴ ക്രൈംബ്രാഞ്ചിൽ തന്നെയാണ് പുതിയ സർക്കാർ അധികാരത്തിൽ വരുമ്പോഴും ഷൗക്കത്ത് അലിയുടെ ലാവണം. ഷൗക്കത്ത് അലിയെ തൽക്കാലം അവിടെ നിന്ന് മാറ്റണ്ട എന്ന് സർക്കാർ തീരുമാനിച്ചതിന് പിന്നിൽ കൃത്യമായൊരു ബുദ്ധി ഉണ്ടായിരുന്നു. ആലപ്പുഴയിൽ വെച്ചായിരുന്നു പിണറായിക്ക് വേണ്ടി 2 ഗൺമാൻമാർ രക്ഷാപ്രവർത്തനം നടത്തിയത്. AD തോമസും അജയും ആ രക്ഷാപ്രവർത്തനത്തിന് ഇരയായി ദിവസങ്ങളോളം ആശുപത്രിയിൽ കിടന്നു. AD തോമസ് ഇപ്പോൾ ആലപ്പുഴ MLA ആയി നിയമസഭയിൽ എത്തിയിട്ടുണ്ട്. മുഖ്യമന്ത്രി ഗൺമാൻമാരായ അനിലും സന്ദീപും അവരെ അനാവശ്യമായി വളഞ്ഞിട്ട് വലിയ നീളൻ ദണ്ടുകൊണ്ട് ആക്രമിച്ചതിനെ കുറിച്ചുള്ള അന്വേഷണം ഇപ്പോൾ ഷൗക്കത്ത് അലിയുടെ കയ്യിലെത്തിയത് ഷൗക്കത്ത് അലിയെ പിണറായി വിജയൻ ആലപ്പുഴ ക്രൈംബ്രാഞ്ചിലേക്ക് നിയോഗിച്ചതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഷൗക്കത്ത് അലിയെ കേസേൽപ്പിക്കാൻ സാങ്കേതികമായ പ്രശ്നമുണ്ട്. സംഭവം നടന്നത് ആലപ്പുഴയിലായതുകൊണ്ട് തന്നെ വേറെ എവിടെ നിന്നെങ്കിലും ഒരു ഉദ്യോഗസ്ഥന് ചുമതല കൊടുത്താൽ രാഷ്ട്രീയം ആരോപിക്കപ്പെടും. ഈ കേസന്വേഷണം നടത്തുന്നതും കോടതി പറഞ്ഞിട്ടാണ്. ഇത്രയും ക്രൂരമായ പീഡനത്തിന് ഇരയായിട്ടും അതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടും പിണറായിയുടെ പോലീസ് കേസെടുത്തില്ല. AD തോമസും അജയും കോടതിയിൽ പോയപ്പോൾ കോടതി കേസെടുക്കാൻ പറഞ്ഞു. കേസെടുത്തെങ്കിലും വെള്ളപൂശി ഔദ്യോഗിക ഡ്യൂട്ടി എന്ന് പറഞ്ഞ് തലയൂരി റിപ്പോർട്ട് കൊടുത്തു. ആ റിപ്പോർട്ട് കോടതി തള്ളിക്കളഞ്ഞിട്ട് പുതിയ അന്വേഷണം പ്രഖ്യാപിച്ചു. അന്വേഷണത്തിന് പോലീസ് തയ്യാറായില്ല. കാരണം പിണറായിയുടെ സ്വന്തം ഗൺമാൻമാരെ രക്ഷിച്ചേ മതിയാവൂ. അവിടെയാണ് ഇപ്പോൾ പുനരന്വേഷണം പ്രഖ്യാപിച്ചതും അന്വേഷണ തലവനായി ഷൗക്കത്ത് അലി രംഗത്ത് വന്നതും. ഷൗക്കത്ത് അലിക്കൊപ്പം ദിലീപ് കേസ് അന്വേഷിച്ച ബൈജു പൗലോസും ഈ സംഘത്തിലുണ്ട്. മിടുക്കരായ പോലീസ് ഓഫീസർമാരെ തെരഞ്ഞുപിടിച്ചാണ് ഈ സംഘത്തിലിട്ടിരിക്കുന്നത്. ഈ ഗൺമാൻമാരെ സർവീസിൽ നിന്ന് പുറത്താക്കി മാത്രമേ ഈ അന്വേഷണം അവസാനിക്കൂ എന്നാണ് സൂചനകൾ. ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് അന്ന് പിണറായിയെ രക്ഷിക്കാൻ എന്ന വ്യാജേനെ പാവപ്പെട്ട പിള്ളേരെ ക്രൂരമായി തല്ലിയ സന്ദീപും അനിലും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ സെക്യൂരിറ്റിയിൽ തുടരണം എന്ന് ആഗ്രഹിച്ച് അപേക്ഷ കൊടുത്തിരിക്കുന്നത്. എന്തായാലും ഷൗക്കത്ത് രംഗത്തിറങ്ങിയിട്ടുണ്ട്. പിണറായിയുടെ പൃഷ്ഠത്തിൽ തന്നെ ആദ്യത്തെ വെടി വെച്ചു തുടങ്ങി. ഇനി അങ്ങോട്ട് ഷൗക്കത്തിന്റെ അഴിഞ്ഞാട്ടമായിരിക്കും. നിയമത്തിനും നീതിക്കുമല്ലാതെ ഒന്നിനും വഴങ്ങാത്ത പോലീസ് ഓഫീസർ ഇതുവരെ പിണറായിയുടെ പേരിൽ വിളഞ്ഞ പോലീസുകാരടക്കമുള്ളവരെ ചവിട്ടിക്കുട്ടി പുറത്തെത്തിക്കുന്നതുവരെ വിശ്രമമില്ലാത്ത പ്രവർത്തനത്തിലായിരിക്കും.